ഒരു ഫുൾ സ്പേസ് 4000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. താലിക്കൂട്ടം എന്നാണ് അൺകട്ട് ഡയമണ്ട് നെക്ലസിന്റെ ഒരു പാറ്റേൺ. 3 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിഗ് മോളിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഡബിൾ സൈഡഡ് ആണ്. വെറൈറ്റി ഷോപ്പുകളുണ്ട്. അതിലത്തെ ഒരു കൊച്ചു മുതലാളി എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ പോണോ ഒരുക്കോ കല്യാണം പെണ്ണായിട്ട്. റോസ് ഗോൾഡും ബ്ലാക്ക് മാറ്റ് ഫിനിഷും അതിനകത്ത് റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ട് ഏത് രീതിയിലുള്ള ഇതിന് വേണമെങ്കിലും റെന്റിന് കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഇത് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിന് ദുബായ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഒരു പീസായിട്ടും കൊടുക്കും. എല്ലാ അളവും വെച്ചിട്ടുണ്ട്. ഈ പീസ് എവിടെ പോയി എന്നാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളാണ് എൻ്റെ കണ്ണാടി. ലേറ്റസ്റ്റ് ട്രെൻഡാണ് ബീഡ്സിൽ, ഫുള്ള് ബീഡ്സിൽ വരുന്ന. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്ത് അഞ്ചാലുമൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു മോളിലേക്കാണ്, മിനി മോൾ. നല്ല അടിപൊളി വലിയ ഒരു 3 ഫ്ലോർ ആണ്, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 3 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിഗ് മോളിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം വരെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമുക്ക് പാർക്കിംഗ് സൗകര്യം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു റോഡ് അഞ്ചാലമൂട് നിന്ന് അവിടുന്ന് ജസ്റ്റ് 200-300 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അഞ്ചാലമൂട് കുണ്ട്ര റോഡാണ് ഈ ഒരു റോഡിനെ പറയണത്. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു DDRC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TVS ടവർ ഉണ്ട്. DDRC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇനി ഈ ബിൽഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടിയും ഈസി ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ SBI ബാങ്കും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൽ, ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പോവാം നമുക്ക്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? എക്സാക്റ്റ് പറയുകയാണെങ്കിൽ റെൻറ്റ് ജെം പ്രീമിയം റെൻറ്റൽ ജ്വല്ലറീസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്രൈഡൽ, ഏത് തരം ബ്രൈഡൽ വെയറിനുള്ള ജ്വല്ലറീസ് ആണ് ഇവിടെ കിട്ടുന്നത്. A to Z എല്ലാ ഐറ്റംസ് ഇവിടെ റെൻറ്റലിന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ റെൻറ്റ്, അതുപോലെ എത്ര ദിവസത്തേക്ക് കിട്ടും, എങ്ങനെയാണോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരും. ഫസ്റ്റ് ഫ്ലോറിൽ റെൻറ്റ് ഏജം. അപ്പോൾ ഇവിടെ മൊത്തം വരുന്നത് ജ്വല്ലറീസിലത്തെ ഓണറാണ് നിൽക്കുന്നത്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണറും കൂടിയാണ്. അതും കൂടി മിലി മോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മാത്രമല്ല കേട്ടോ, ബൂട്ടീക്ക് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഷോപ്പുകളുണ്ട്. അതിലത്തെ ഒരു കൊച്ചു മുതലാളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പേര് ഷോമ. അതും വെറൈറ്റി പേരാണല്ലോ അല്ലേ? അടിപൊളി പേരാണ്. അപ്പൊ ഇവിടത്തെ ഐറ്റംസ് എന്താണ്? ഇപ്പൊ റെന്റൽ എന്ന് പറയുമ്പോൾ ബ്രൈഡൽ ആണ് മെയിൻലി ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ ബ്രൈഡിന്റെ കൂടെ ഉള്ളവർക്കുള്ളതും വെച്ചിട്ടുണ്ട് എല്ലാം. എന്നാലും ബ്രൈഡൽ സെറ്റും പിന്നെ റിസപ്ഷൻ, വൈകിട്ടത്തെ ഫംഗ്ഷൻ, അങ്ങനെ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഉള്ളതും നമ്മുടെ എൻഗേജ്മെന്റ്, ബ്രൈഡ്, അങ്ങനെ ഒരു ചിന്ത വേണ്ട. ബ്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു വട്ടം ഉണ്ടാവുള്ളൂ. പക്ഷെ ഫെസ്റ്റിവൽസ്, ഒക്കേഷൻസ്, ഫങ്ഷൻസ് അത് എപ്പോഴും ഉള്ള സംഭവം. അപ്പോൾ അതിന് നമുക്ക് ഒരുങ്ങണ്ടേ. അപ്പോൾ അതിനായാലും ഇവിടെ റെന്റിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബ്രൈഡ് എന്നുള്ള ചിന്ത വേണ്ട കേട്ടോ. നമുക്കിപ്പോൾ ക്രിസ്മസ്, ഓണം, ന്യൂ ഇയർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാല് കാച്ചിൽ, വല്ല ഫംഗ്ഷന് നമുക്ക് പോകണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് എന്തിന് കാശ് മുടക്കി ഒരു സ്വർണം മേടിക്കണമല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് നമുക്ക് എവിടെ നിന്ന് വെച്ച് തുടങ്ങാം? ഇവിടെ നിന്നാണോ? കാരണം എവിടെ കണ്ടാലും മൊത്തം ജ്വല്ലറി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് പോർഷൻ ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു ലുക്ക് നിങ്ങളുടെ റിസപ്ഷൻ ഏരിയ, അത് ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റെന്റ് ജാം പ്രീമിയം റെന്റൽ ജ്വല്ലേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനും അകത്തേക്ക് കയറാം. എന്തായാലും ഇവിടെ നിന്നോ, ഇപ്പുറത്തെ സൈഡിൽ നിന്നോ? ഓക്കെ, നമുക്ക് നമ്മുടെ നാടൻ ട്രഡീഷണൽ വെച്ചിട്ട് ഫസ്റ്റ് തുടങ്ങാം. അതെ, ഇത് നമ്മുടെ പാലക്കയുടെ ഒരു വെറൈറ്റി ആയിട്ട് വരും. ഇത് മാറ്റ് ഫിനിഷിൽ വരുന്നതാണ്. ഇത് ലോങ് ഹാരം. നമ്മളിതൊരു സെറ്റായിട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സിംഗിൾ ആയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കും. ഇത് ഒരു നെക്ലസ്, പിന്നെ ഇടയ്ക്കൊരു മാല, ലോങ് ഹാരം, പിന്നെ മാച്ചിങ് പാലക്ക ഡിസൈൻ ബട്ട് ബ്ലൂ കളറിലെ വള, കമ്മൽ. ഇപ്പൊ ഈ ഒരു വള മാത്രമാണോ, ഈ ഒരു ഇയറിംഗ് മാത്രമാണോ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെന്റിന് കിട്ടും കേട്ടോ. ഇപ്പൊ ഈ ഒരു വലിയ പാലക്കലിന്റെ ചെയിനോ അല്ലെങ്കിൽ ചെറിയൊരു നെക്ലസ് അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ചെറുതായിട്ട് ഒരു പീസ് വേണമെങ്കിൽ അതും ഇവിടെ റെന്റിന് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ട്രഡീഷണൽ വെയറാണ്. ഇത് കൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അത് കൂടാണ്ട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതൊക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമോ? ഇതിപ്പോൾ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു തലേന്നത്തെ ഫംഗ്ഷൻ അതിനൊക്കെ ഇടാൻ പറ്റിയ ഒരു AD സ്റ്റോണിൻ്റെ നെക്ലസ് സെറ്റാണ്.
ഫുൾ സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ഇത് ഒരു സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇതാകുമ്പോൾ സെപ്പറേറ്റ് ഉണ്ടാവില്ല? ഇല്ല ഇല്ല, ഇതിപ്പോ അതൊരു സെറ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ തന്നെ നമുക്ക് ഒരു ഡിഫറെന്റ് സിൽവർ ഫിനിഷ് വരുന്നത്. സിൽവർ ഫിനിഷിൽ, മറ്റേത് ഒരു ഗോൾഡ് ടച്ച് ആയിരുന്നു. ഇത് സിൽവർ ആണെങ്കിൽ സിൽവർ ടച്ചിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതാകുമ്പോൾ നമുക്ക് ചുട്ടിപ്പട്ടി ആ ഒരു സംഭവം ഇല്ല, ജസ്റ്റ് 2 പീസിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഇത് വേണ്ട നമുക്ക് ഇത് കുറച്ച് ഹെവി പീസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ചെയിൻ പോലെ അങ്ങനത്തെയും ഉണ്ട് കേട്ടോ, ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഇത്രയും അധികം വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ റെന്റ് എന്ന് പറയുമ്പോൾ എത്ര ദിവസത്തേക്ക് എങ്ങനെയാണ്? നമ്മൾ ബ്രൈഡൽ പർപ്പസിനാണെങ്കിൽ നമ്മളൊരു 4 days ആണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ദൂരേക്കുള്ളവരാണ് പുറത്തുനിന്ന് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു 1 week, നമ്മൾ അയക്കുന്ന ദിവസം തൊട്ട് 1 weekനുള്ളിൽ തിരിച്ചെത്തിക്കണം. അപ്പോൾ അതിനൊരു റെന്റ് ഡിസൈഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ റെന്റ് കൂടാതെ നമ്മളൊരു ഡെപ്പോസിറ്റും കളക്ട് ചെയ്യുന്നുണ്ട്. അത് റീഫണ്ടബിൾ ആണ്. നമുക്ക് ഐറ്റം തിരിച്ച് കിട്ടിയിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് ഡാമേജസ് സ്റ്റോൺ പോയിട്ടുണ്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ആ റീഫണ്ട് ഡെപ്പോസിറ്റ് അതുപോലെ റീഫണ്ട് ചെയ്യും, തിരിച്ചു തരുന്നത്. കാരണം നമുക്ക് സംഭവം ഒരു വിശ്വാസം തന്നെ, എന്നാലും ഈ സംഭവം നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പും നമുക്കില്ലല്ലോ. അപ്പോൾ അതൊരു തരം ഒരു വിശ്വാസം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് മേടിക്കുക. അത് എത്രയാണ് എങ്ങനെയാണ് ഡീലിങ്സ് നമ്മൾ തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഷിപ്പിംഗ് കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഓൺലൈൻ കൂടി ഉണ്ടെന്ന്. അപ്പോൾ നേരിട്ട് വരണമെങ്കിൽ വരാം, ഓൺലൈൻ ത്രൂ നമുക്ക് അങ്ങനെ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് 1 week അല്ലേ, അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 days ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എക്സ്ട്രാ ഒരു 2 days ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റെന്റ് എക്സ്ട്രാ ഡേയ്സിന് നമ്മൾ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വേറൊരു ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കാൻ ഒരു ടൈം, ആ ഒരു ടൈം നമുക്ക് ഒന്ന് മാഫ്, അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ ഒരു ട്രഡീഷണൽ പണ്ട് തൊട്ടേയുള്ള കേരള സ്റ്റൈൽ ഇതാണ്. അതിൻ്റെ ഒരു ചെറിയ നെക്ലസും ഒരു ഇടമാല, അതിൻ്റെ വലിയ ഇതൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് വലിയ ഹാരം. പിന്നെ ഇത് സിമ്പിൾ ആയിട്ട് ട്രഡീഷണൽ കേരള വേണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പാലക്കിൽ കണ്ടത് തന്നെ അതിന്റെ മാങ്ങ ഡിസൈൻസ്, മാംഗോ, പിന്നെ ഇത് കൃഷ്ണ ലോക്കറ്റ്, ഇതൊക്കെ സിംഗിൾ ആയിട്ട് വേണം. ഇതൊന്നും എടുത്ത് കഴിച്ചാൽ ഇതൊന്നും നല്ല ഭംഗിയിൽ ആ കൃഷ്ണനൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ, ഈ ഒരു സംഭവം മാത്രം. അതുപോലെ ഈ ഡിസൈനൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. താലിക്കൂട്ടം എന്നാണ് അത് ഞാനിപ്പോ പറയാൻ വരായിരുന്നു, ഇതെന്താ താലിയുടെ ഒരു ഡിസൈൻ തന്നെ. പക്ഷെ ഇത് ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു ഡിസൈൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ചെറിയ ഒരു സ്റ്റഡും വരുന്നുണ്ട്, ഈ സെയിം സ്റ്റഡ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അത് അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ കേരള സാരിയോടൊക്കെ മാച്ച് ചെയ്ത് ഒരു ദിവസത്തേക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഈ കമ്മലിന്റെ ഒരു പ്രത്യേകത കേട്ടോ, ജിംകി ആയാലും അതിന്റെ ഒരു ലൂപ്പ് ടൈപ്പ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ലൂപ്പ് വിത്ത് ജിംകി രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കളർ ചേഞ്ചസും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കളേഴ്സ് വരാണെങ്കിൽ കളേഴ്സ് ഉണ്ട്. ഇത് നെക്ലേസ് ആണ്, അതുപോലെ ചോക്കറിന്റെ സെറ്റ് ആണോ ഇത്? അതിന്റെ കമ്മലാണ്. ഈ ചോക്കറിന്റെ കമ്മലാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കാശിമാല ടൈപ്പ് അല്ലേ, ഇത് ഡബിൾ സൈഡഡ് ആണ്. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, റെഡ് വേണമെങ്കിൽ റെഡ്. 2 in 1 അല്ലേ, നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് അപ്പുറത്തിപ്പുറത്ത് മറിച്ചിടാന്നല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും റെന്റിനൊക്കെ മേടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും കുറച്ചുകൂടി. പക്ഷെ ഇതൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മളത് വാങ്ങുന്നതിനെക്കാട്ടിലും ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ കള്ളന്മാരുടെ ശല്യം കുറെ കൂടുതലാണ്. ഇതന്നെ മേടിച്ച് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഇതന്നെ എടുത്തു കൊണ്ട് ഓടിപ്പോകേണ്ട ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ അടിപൊളി ഒരു ട്രഡീഷണൽ വെയറാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള ഒരു ഇത് നന്നായിട്ടുണ്ട്. ഫുൾ സ്റ്റോണിൽ വരുന്നത് അല്ലേ, ടെമ്പിൾ ജ്വല്ലറിയുടെ ഒരു പാറ്റേണിൽ വരുന്നതാണ്. മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇത് ഇങ്ങനെ തന്നെ, ഇതിന് ഈ ഫിനിഷിനൊന്നും ഒരു ഇതും വരില്ല. പ്രീമിയം ഐറ്റംസ് ആണ്. ഇപ്പോൾ നമുക്ക് റെന്റ് പർപ്പസിന് പോയിട്ട് വന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ റെന്റിനൊക്കെ പോയാലും ഇപ്പൊ ഈ ഒരു കടയിൽ എന്ന് വെച്ചാൽ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഇത് കൂടാണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് പോയാൽ തന്നെ ഇതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് വേറെ ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ പോയി എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, അതിന്റെ അപ്പുറത്ത് വേറെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ മുകളിൽ ഇരിക്കുന്ന ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വലിയ കല്ലാണ് കാണുന്നത് അല്ലേ. അത് എടുക്കണം അവിടെ ഇരുന്നോട്ടെ.
സെറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ മാച്ച് ചെയ്ത് പോവാൻ വേണ്ടിട്ട് നെക്ലസ് പിന്നെ ചെറിയൊരു മാല മൂന്ന് മാലയായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. 3 or 4 എങ്ങനെ വേണമെങ്കിലും അത് നമ്മൾ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ വലുതോ ചെറുതോ വേണമെങ്കിൽ. പക്ഷെ ഇതെന്ന് പറയുന്നത് രണ്ടും കൂടി അറ്റാച്ച് ആയിട്ടുള്ളതാണ്. ലെയർ നെക്ലസ് നെക്ലസും അതിന്റെ ഹാരം രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം, വലുത് വേണമെങ്കിൽ വലുതെടുക്കാം, ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് ഇടാം. മൊത്തം അങ്ങോട്ട് നിറഞ്ഞിരിക്കും. പിന്നെ വരുന്നത് സ്റ്റോണിൽ അല്ലേ? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇപ്പൊ റിസപ്ഷൻ സാരിയോ അല്ലെങ്കിൽ ഇപ്പം വെഡിങ് ഗസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് അങ്ങനെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. സിമ്പിളാണ് കാണുമ്പോൾ. പിന്നെ പേസ്റ്റൽ ഷെയ്ഡും കൂടിയാണ്. എല്ലാവർക്കും ഗോൾഡ് താല്പര്യം ഇല്ല, കുറച്ച് ഡിഫറെന്റ് ലുക്ക് വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് നമ്മൾ സിൽവർ കസവ്, പിങ്ക് കസവൊക്കെ വരുന്ന കേരള സാരി അതിനൊക്കെ നല്ല പെർഫെക്റ്റ് മാച്ച്. ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിന്റെ താഴത്ത് നോക്കിയപ്പോൾ അതിനേക്കാളും വെറൈറ്റികൾ ഇവിടെ. ഇത് ഫുൾ എഡി സ്റ്റോൺ ആണ്. ഇത് ഫുൾ എഡി സ്റ്റോണിൽ തന്നെ. അതിൽ നമുക്ക് ഒരു ബാങ്കിൾ ആയാലും പോലും നമുക്ക് കിട്ടൂലേ? ഒരു നല്ല വെറൈറ്റി, കുറച്ച് റോസ് ഗോൾഡും ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ഒക്കെ വരുന്ന അത് നന്നായിട്ടുണ്ട് ഇരിക്കണത്. നല്ല ഭംഗിയ സ്റ്റോണൊക്കെ വന്നപ്പോഴേ നല്ല രസമായിട്ടുണ്ട് കാണാൻ തന്നെ. ഒരു ഡിഫറെന്റ് ഒരു ലുക്ക്. പിന്നെ വെയിറ്റ്ലെസ് ആണെന്ന് തോന്നുന്നു. വെയിറ്റ്ലെസ് ആണ്. മറ്റേ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഭയങ്കര വെയിറ്റ് ഫീൽ. ഇത് അതിനേക്കാളും വെറൈറ്റി ആണല്ലോ. ഫ്ലവർ വൈസ് ഡിസൈൻ ആണ്. കണ്ടോ, ഓരോരോ ഡിസൈൻസ്. അപ്പം ഇത് ഇവിടെ തീരുന്നില്ല, കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ പിന്നെ സെറ്റ് ചെയ്യാം. കാരണം കുറേ ഇനി വെറൈറ്റികൾ കാണിക്കാനുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഞാനത് ചോദിക്കാതിരിക്കായിരുന്നു. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്? നല്ല ഒരു ഡിഫറെൻറ്റ് തന്നെ, ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അതുപോലെ റിങ്സ് വരെ കൊടുക്കുമോ? റിങ്ങും ഉണ്ടല്ലേ? അപ്പോൾ ഓവറോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാണ് റെന്റിന് പോണത്? 1000 തൊട്ട് ബ്രൈഡൽ സെറ്റ് അവൈലബിൾ ആണ്. ഫുൾ സെറ്റ് 1000 തൊട്ട് അവൈലബിൾ ആണ്. പിന്നെ 10-20 എങ്ങനെ വേണമെങ്കിലും കസ്റ്റമറിന്റെ ഇഷ്ടമനുസരിച്ചിട്ട്. ഓക്കെ. ഇനി ഈ ഒരു സെക്ഷനിൽ നോക്കാം. ഇത് കുന്തൻ വിത്ത് കുന്തനിൽ തന്നെ ഫുൾ സെറ്റ് ആണ്. നമുക്ക് ഈ ഫുൾ സെറ്റ് വേണ്ട, നമുക്ക് ഇത് വേണ്ട, ഇത് മാത്രം മതി എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരൂലേ? അങ്ങനെ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ ഇതിന്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക. കാരണം കളേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ. ഇപ്പൊ ഈ കാണുന്ന ഡിസ്പ്ലേ കൂടാണ്ട് ബോക്സുകളും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കുന്തന്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് പല കളേഴ്സിൽ. എന്നുവെച്ചാൽ ഒരെണ്ണം റെന്റിന് പോയാലും അടുത്തത് ഞങ്ങൾക്ക് കയറ്റുണ്ടല്ലേ നെക്കില്. അതിന് വേണ്ടി ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഡ്രസ്സിന്റെ കളറിന് മാച്ച് ചെയ്തിട്ട് പോണ വിധത്തിൽ അല്ലേ? അതാ ഇതിന്റെ ഫുൾ വർക്ക് കാണണമെങ്കിൽ ഇങ്ങനെ കാണണം. നല്ല ഭംഗിയുള്ള വർക്കാട്ടോ. ഫുൾ ഫിനിഷിങ്ങോട് കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സ് കംപ്ലൈൻ്റ് ആവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ നമ്മളിത് റെന്റിന് ആണല്ലോ എടുക്കണത്. ഒരു ദിവസം പിന്നെ ഈ കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ച് കൊണ്ടുവരും വേണം കേട്ടോ. അത് വേറൊരു കാര്യം. നമ്മൾ എങ്ങനെ കൊണ്ടുപോയി അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഇതിപ്പോൾ ഒരു ലോങ് ഇത് ഇവിടെ വെച്ച് നോക്കേണ്ടി വരും. അത്രയും ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. കണ്ടോ, ഇത് വിത്ത് റിങ്. ഇത് റിങ് അല്ല, ഇയറിങ്സ് ആണ്. ഇത്രയും വലിയ പക്ഷെ ഇത് ഭയങ്കര ഹെവി പീസൊന്നും അല്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള. എന്നെ ഇപ്പോൾ ഒരുക്കോ കല്യാണം പെണ്ണായിട്ട് നല്ല ഭയങ്കര. അത് ആ ഡ്രസ്സിനനുസരിച്ച് വരുമ്പോഴേ നല്ല മാച്ചിങ് ആയിരിക്കും ഓരോരോ ഡ്രസ്സിന്. പിന്നെ കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെ സേഫാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ അതൊക്കെ ഓരോരോ വെറൈറ്റികൾ ഫുൾ സ്റ്റോണിൽ വരുന്നുണ്ട്, കുന്തനിൽ വരുന്നുണ്ട്. അതായത് ഇതിൽ വെറൈറ്റികൾ കണ്ടോ? മൾട്ടി കളറ്. ഒരു ഒറ്റ കളറല്ലാത്തത് അല്ലാണ്ട് മൾട്ടി കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സിനും കൂടെ മാച്ച് ആവും. ഇതാകുമ്പോൾ ഒരു സിംഗിൾ ഷെയ്ഡായിരുന്നു. ഇതാ നേരത്തെ ഇത് മൾട്ടി കളറിൽ. അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. സിംഗിൾ ഷെയ്ഡ് വേണമെങ്കിൽ സിംഗിൾ ഷെയ്ഡും അവൈലബിൾ ആണ്. കുന്തൻ്റെയും സ്റ്റോണിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതാ ഓരോരോ കളേഴ്സ്. ഇപ്പോൾ നേരത്തെ കണ്ട പേസ്റ്റിൽ അതിൽ തന്നെ രണ്ടാമത്തെ പീസാണ് അല്ലേ? വേറൊരു പാറ്റേൺ. സിമ്പിൾ. ഓക്കെ. കുറച്ച് ചെറുത്. ഇതാകുമ്പോൾ ഹെവി പീസ് ആയിരുന്നു. വലിയ കുന്തലിൽ കുറച്ച് കൂടുതൽ സെറ്റ് ആയിട്ട് വേണമെങ്കിലും ഇങ്ങനെ
ഇതാ ഇത് ഇങ്ങനെ ഒരു വലിയ നെക്കായിട്ട് പിന്നെ ഒരു ചെറിയ നെക്ലസ് വലിയ നെക്ലസ് അങ്ങനെ ഇടയിൽ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ എല്ലാം കളർസ് നമുക്ക് ഒരുപോലത്തെ വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ നമ്മൾ ബോക്സിൽ കുറേ എടുത്ത് വെച്ചിട്ടുള്ളതുണ്ട്, അങ്ങനെ വെറൈറ്റികൾ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ പാക്കിങ്ങിൽ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിലല്ലേ സ്റ്റോൺ, കാരണം അത്രയും ഞങ്ങൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കൊണ്ടുവരാനായിട്ട്, അതല്ലേ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ട്രഡീഷണലിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. വൈറ്റ് മാങ്ങ, മറ്റേത് പാലക്കൽ പോലെ ഇങ്ങനെ ഗ്രീൻ റെഡ് അങ്ങനത്തെ കളർ ഉള്ളതുണ്ട്. ഇതാകുമ്പോൾ പക്ക ഗോൾഡിൻ്റെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഇത് ജിംകി കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ എത്ര വലുപ്പമുണ്ടെന്ന് അപ്പം തന്നെ അറിയാൻ പറ്റും അല്ലേ. ഇട്ടാലേ നമുക്ക് ഇങ്ങനെ വെറുതെ വെച്ച് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട്, എത്രത്തോളം വലുപ്പമുണ്ട്. ഇപ്പം ഇവിടെ ഇട്ടിരിക്കുന്ന ജിംകി ഇത് ഒരു സിമ്പിൾ ചെറുതാട്ടോ. ഇത് കുറച്ചുകൂടി വലുതാണ്, പക്ഷെ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഒക്കെ കൂടുതൽ ജിംകിയും അങ്ങനത്തെ പല 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 വെറൈറ്റീസ് വരുന്നത്. ഇതൊക്കെ എന്തൊരു ഹെവി പീസ്. ഇതൊക്കെ ശരിക്കും ആ ഒരു ബ്രൈഡ് ഇട്ട് നിൽക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട അല്ലേ, ഇത് മാത്രം മതി, വേറെ ഒരു പീസും വേണ്ട. ഇപ്പം ഫുൾ ഹെവി തന്നെ. അത് കളേഴ്സ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഇത് വരുന്നത്. പക്ഷെ അതിൽ കമ്മൽ വരുമ്പോൾ വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കാണിക്കണമെങ്കിൽ ഇത് ശരിക്കും ഡയറക്റ്റ് വരാണെങ്കിൽ ഇങ്ങോട്ട് വരണം. അതെ, ഫോട്ടോ എടുത്ത് അയച്ചാലും അതിനെക്കാട്ടിലും വന്ന് നോക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ എങ്ങടാ വരണ്ടേ നമുക്ക്? കൊല്ലം അഞ്ചാലുമൂടാണ്. കൊല്ലം കുണ്ട്ര റോഡിലെ അഞ്ചാലുമൂട് മിലി മോൾ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അഞ്ചാലുമൂട് കുണ്ട്ര റോഡിൽ മാർക്കറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 200 മീറ്റേഴ്സ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അഞ്ചാലുമൂട് മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് ആണോ? അതെ, എല്ലാ അഞ്ചാലുമൂട് മാർക്കറ്റ് ഫേമസ് ആണ്. ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ്, അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ മിലി മോൾ. അവിടെയാണ് SBIയുടെ ബ്രാഞ്ച്, പുതിയൊരു ബ്രാഞ്ച് കിടക്കുന്നത്. അവിടുത്തെ ആ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്, ആ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. എന്നുവെച്ചാൽ 3 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. എന്നുവെച്ചാൽ ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ 3 ഫ്ലോറാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് മൊത്തം ബാങ്കാണ്, എന്ന് വെച്ചാൽ SBIയുടെ ബാങ്കാണ് വരുന്നത്. പിന്നെ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഈ ഒരു ജ്വല്ലറി റെൻറ്റിന് കിട്ടുന്നത്. ഇത് കൂടാണ്ട് ഇവർക്ക് ബൂട്ടിക്കും ഉണ്ട് കേട്ടോ. അത് ഡ്രസ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതും റീറ്റെയിലാണ്, അത് റെൻറ്റിനല്ല, അത് റീറ്റെയിലാണ്. നമുക്ക് എല്ലാ ലേഡീസ് ഐറ്റംസ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്. എലിഗൻസിയ എന്നാണ് ബൊട്ടിക്കിന്റെ പേര്. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഉടനെ, അത് പിന്നീട് കേട്ടോ. ഇപ്പൊ നമ്മൾ സ്പെഷ്യലി ഫോർ ബ്രൈഡ് റെന്റൽ കളക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇത് ആദ്യം ദൂരമൊന്നുമില്ല, നമുക്ക് കൊല്ലത്ത് തന്നെയാണ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇല്ലാത്ത കൂടുതൽ കളക്ഷൻസ് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ഇൻസ്റ്റാ പേജ് സെയിം ഈ പേരിൽ തന്നെയാണ്, റെൻറ്റജം, RENTAGEMM. അത് നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. അത് കൂടാണ്ട് ഇവിടുത്തെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം. അത് കൂടാണ്ട് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കാണാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ത്രൂ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. ഇത് കൂടാണ്ട് പിക്ചർ വേണമെങ്കിൽ പിക്ചറും നമുക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് റെൻറ്റിന് എടുക്കാവുന്നതാണ്. അതിപ്പോൾ തൊട്ടപ്പുറത്തെ അമ്മയായാലും ബ്രൈഡിൻ്റെ അമ്മയായാലും അമ്മയ്ക്ക് വരെ പാലയ്ക്ക് പോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു കളക്ഷൻസിലേക്കാണെന്നല്ലോ, നമുക്ക് പാലക്കയുടെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പാലക്കിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് വരുന്നുണ്ടെന്ന്. അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സിൽ, ഇപ്പോൾ ഡിസ്പ്ലേ കൂടാണ്ട് ബോക്സിലും വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തൊട്ട് അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരുന്ന കളക്ഷൻസാണ്. ഞാനിത് ഇല്ല എന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു കൊണ്ടു. സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ കളേഴ്സും ഉണ്ട് കേട്ടോ. ഈ റെഡിന് പകരം നമുക്ക് ഗ്രീൻ, ബ്ലൂ അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊക്കെ റെന്റിന് വരുമ്പോൾ ഏകദേശം സ്റ്റാർട്ടിങ് ഒക്കെ ഒരു 500-600 ആ ഒരു റേഞ്ചിൽ പോകും. ഓക്കെ, 4 ഡേയ്സിന്റെ റേറ്റ് ആണ് പറയുന്നത്. 4 ഡേയ്സ് 1 ഡേ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 1 ഡേക്ക് ആയാലും കൊടുക്കും. രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു കൊടുക്കും. ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. ഇതാ പിന്നെ വരുന്നത് ഇതിൽ തന്നെ പാലക്കിൽ തന്നെ നമുക്ക് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പാറ്റേൺസും കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഹെവി വേണമെങ്കിൽ ഹെവി വരുന്നുണ്ട്. വാവ്, എന്ത് സൂപ്പർ പോലെ ഇത്.
ഇതൊക്കെ ശരിക്കും ഇട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ ഒരെണ്ണം മതി നമുക്ക്, വേറെ ഒന്നും കൂടുതൽ വേണമെന്നില്ല. ഇതൊക്കെ അടിപൊളി പീസാട്ടോ. ഇത് കുറച്ചുകൂടി അടുത്ത് വരാണെങ്കിലേ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിൻ്റെ ഇടയിൽ ഇരിക്കണ അതൊന്നും പറയണം. കണ്ടോ, നല്ല ഭംഗിയിൽ അത് ഡിസൈൻ ചെയ്ത് ചെറുതായിട്ടുള്ളൂ, പക്ഷെ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് കൂടി ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്കൊരു ലെങ്ത്ത് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാ ചെറിയൊരു സിംഗിൾ ഒരു പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു വെറൈറ്റി ഇതാക്കി എടുക്കുന്നു. കാശിമാല തന്നെ ഒരു ലോക്കറ്റാക്കി ഉണ്ടാക്കിയല്ലേ. അതായത് ലോക്കറ്റ് കണ്ടു, എന്ത് രസമാണ്. കാശിമാല തന്നെ ഫുള്ളിങ്ങനെ ചുറ്റും ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ, വെറൈറ്റികൾ. പിന്നെ ഇത് കുറച്ചുകൂടി നമുക്ക് ഡിസൈൻസ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ഡിസൈൻസ് വരുന്നത് മാംഗോ ഡിസൈൻ. പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റഡ് വേണമെങ്കിൽ സ്റ്റഡ് ഇതിൻ്റെ സെയിം ഉണ്ട് കേട്ടോ. സ്റ്റഡ് എടുക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റഡ് മാറ്റിയിട്ട് പിന്നെ റേറ്റിൽ അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയ ഇതാണല്ലോ. അപ്പോൾ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് വലിയ ഒരു നമ്മളൊരു നേരത്തെ ഇവിടെ ഒരു ബ്ലൂ ഒരു ഫസ്റ്റില് അവിടെ അതിൻ്റെ ഫസ്റ്റിൽ കാണിച്ചത് അല്ലേ, അതിൻ്റെ ഡിഫറെൻ്റ് ഒരു പാറ്റേൺ മാങ്ങയിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ. അതിൽ കളക്ഷൻസ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതാ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കമ്മല് ജിംകി കമ്മല് വരുന്നുണ്ട് കണ്ടോ. ഇതിനെല്ലാം മാച്ചിങ് വളകളും വരുന്നുണ്ട്, മോതിരം എല്ലാം വരുന്നുണ്ട്. ആയിട്ട് എടുക്കാം. ഇതൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തേക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ വലിച്ചിടല്ലേ, ഇതൊക്കെ ഉണ്ടോ, ഇഷ്ടംപോലെ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ബോക്സിൽ കുറേ ഇതിൻ്റെ ഈ കൗണ്ടറിൻ്റെ അടിയിൽ കുറേ ബോക്സുകളും ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കളർ വിത്ത് നമുക്ക് ആ ഒരു ട്രഡീഷണൽ വെയർ രണ്ടും കൂടി മിക്സ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഉണ്ട് കേട്ടോ. കളർ വിത്ത് സാരിയുടെ കളറിന് മാച്ച് ചെയ്തിട്ട് മാച്ച്. അതിലിതിപ്പോൾ കുന്തൻ്റെ ബീഡാണെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് ഷുഗർ ബീഡ്സ് പോലത്തെ ആ ഒരു വർക്കിലാണ്. അതിൽ ഇത് സിൽവറിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ, സിൽവർ അല്ലെങ്കിൽ റോസ് ഗോൾഡ് ഇതിലൊക്കെ മാച്ചായി പോകുന്ന ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ്. എന്ന് വെച്ചാൽ ഗോൾഡിലേക്ക് വേണമെങ്കിൽ വെച്ചാൽ ഇപ്പുറത്തെ എടുക്കാം, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ഈ ഒരു സൈഡിലത്തെ എടുക്കാൻ പറ്റും. ഓരോന്നോരോന്ന് കാണുമ്പോൾ ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാത്തിലും നല്ല വെറൈറ്റീസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ട്രഡീഷണൽ അതിൽ സ്റ്റോണിൻ്റെ കളേഴ്സും നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് കിട്ടും കേട്ടോ. നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ സാരിയിലനുസരിച്ചിട്ട് നമുക്ക് കളർ ഇനിയിപ്പോൾ അത് ഇപ്പോൾ റെൻറ്റിന് പോയി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വേറെ പീസ് ഉണ്ടാവും ഇവിടെ, ടെൻഷൻ അടിക്കണ്ട, എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പീസ് എനിക്ക് എടുത്തേ പറ്റുള്ളൂ, കാരണം ഇതിൻ്റെ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയണത്. ഇത് ഇതിൻ്റെ പാർട്ടല്ല, ഇത് സെപ്പറേറ്റ് ആണ്. ബട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തതാണ്. ഇതൊരു ബോൾ, താഴെ ബോൾ വരുന്ന ഒരു നോർമൽ ജിംകി അല്ല ഇത് വരുന്നത്, കണ്ടോ. ഇതൊരു നോർമൽ ജിംകി അല്ല വരുന്നത്, പക്ഷെ ഇത് ഇങ്ങനെ ഇയർ ചെയിൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടും കൂടിയിട്ടാണ്. അടിയിൽ ഇങ്ങനെ ബോളായിട്ട് വരാം, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്, അത്ര ഹെവി പീസൊന്നും അല്ല. ഇത് ഇവിടെ കുത്തിയാൽ മതിയോ, അത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട്. പിന്നെ അതുപോലെ ആ ഒരു നെക്ലേസ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്റ്റോൺ, നമുക്ക് ഗ്രീൻ പിങ്കും കൂടെ ആയിട്ട് ഇഷ്ടംപോലെ കോമ്പിനേഷനിൽ സാരീസ് വരുന്നുണ്ട്. സാരീസ് തന്നെയല്ല കേട്ടോ, ഇപ്പോൾ ഗൗൺ ആയാലും എന്തായാലും അതിൻ്റെ ധാവണി. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് ആണെങ്കിൽ അതിനുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ഏടിയിൽ നല്ല നല്ല പേളിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഇനിയും കാണാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ വെച്ചോ, എവിടെയാ? അപ്പോൾ അടുത്ത വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഇതുപോലെ തന്നെയുള്ള വേറൊരു പാറ്റേണിൽ കുറച്ചുകൂടി വീതി കൂടിയ ടൈപ്പായിട്ട് വരുന്നത്. പിന്നെ ട്രഡീഷണലിൻ്റെ വെറൈറ്റി, ഇതൊക്കെ വെറൈറ്റീസ് വരുന്നത് അല്ലേ. ഓക്കെ. പിന്നെ എഡി സ്റ്റോണിൽ നമ്മുടെ അൺകട്ട് ഡയമണ്ട് നെക്ലസിൻ്റെ ഒരു പാറ്റേൺ. നമുക്ക് ഗൗണിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ജിംക്ക് വേണ്ട, നമുക്ക് ഈ ഒരു നെക്ക് പോർഷൻ മാത്രം മതി എന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഒക്കെ നോക്കി എന്ത് ഫിനിഷിങ് ആണ്. അത് നമ്മൾ ഇടുമ്പോൾ തന്നെ ആൾക്കാർ പറയാം, ഇത് നമ്മൾ നമ്മുടെ സ്വന്തം മേടിച്ചിട്ടുള്ളതാണ്, ആരും പറയില്ല കേട്ടോ ഇത് റെൻറ്റിനാണ്.
അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്ന വർക്ക്. ഇത് വേറൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. റോസ് ഗോൾഡും ബ്ലാക്ക് മാറ്റ് ഫിനിഷും അതിനകത്ത് റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ചുട്ടിയും വന്നിട്ടുണ്ട്, കമ്മലും വന്നിട്ടുണ്ട്. അത് ജോർജറ്റ് സാരീസിന്റെ കൂടെയൊക്കെ മാച്ച് ചെയ്ത് അത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ് നമ്മളെല്ലാം. എന്ത് രസമായിരിക്കും അത് കാണാനായിട്ട് അല്ലേ. അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ. അപ്പോൾ ഒരു ഞാൻ പറയില്ല, ഇപ്പോൾ കല്യാണം പെണ്ണല്ല, തൊട്ടപ്പുറത്തെ അമ്മയോ അനിയത്തിയോ അല്ലെങ്കിൽ ഫാമിലി മൊത്തം ഒരുപോലെ വേണം അങ്ങനെയുള്ളത് ആയാലും പോലും ഇവിടെ അത്രയും പീസസ് അവൈലബിൾ ആണ് അല്ലേ. പിന്നെ ഇത് മൾട്ടി ലെയർ സിംഗിൾ കളർ സ്റ്റോൺസ്, ഇത് മൾട്ടി കളർ സ്റ്റോൺസ്, 3 ലെയറാണിത്. ഇതും സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാം. ഈവൻ ഒരു സിംഗിൾ ബാങ്കിൾ, സിംഗിൾ റിങ്, ഹാൻഡ് റിങ് പറഞ്ഞാൽ അതൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. എല്ലാതും ഇവിടെ റെൻറ്റിന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സിംഗിൾ ഒരു ബാങ്കുകളൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ എത്രയാണ്? ഇപ്പോൾ ഈ ബ്രൈഡൽ വെയർ എന്ന് പറയുമ്പോൾ 1000 ആണ് സ്റ്റാർട്ടിങ്. ബ്രൈഡൽ എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും കേട്ടോ. നെക്ലസ്, വള, അങ്ങനെ ചുട്ടി, ഹിപ്പ് ചെയിൻ. അതല്ലാണ്ട് നോർമൽ ഒരാൾ ഒരു മാല ഇപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള മാലയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു 400 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുമ്പോൾ ഒരു 2500 3000 അടുത്തൊക്കെ ഒരു മാലയുടെ വാല്യൂ വരും. അപ്പോൾ അത് നമ്മളൊരു പ്രാവശ്യത്തേക്ക് വാങ്ങി യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നാളെയും നമുക്ക് വേറെ വേറെ ഡിഫറെന്റ് പാറ്റേൺസ് നാട്ടുകാരെ കാണിക്കണ്ടേ. എനിക്ക് ഇങ്ങനെ മാലയുണ്ട് കേട്ടോ, ഇങ്ങനെ മാലയുണ്ട്, എപ്പോഴെപ്പോഴും വാങ്ങിച്ചു കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റെന്റ്. അപ്പോൾ ഈ 4 ദിവസത്തേക്കാണ് 400 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ 1 ഡേ ആയാൽ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കുറയും. അപ്പോൾ ഈ റെന്റിന് നമ്മൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് പ്രൊസീജിയർ? ആധാർ കാർഡ്, റേഷൻ കാർഡ്? ഇല്ല, നമ്മൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് വാങ്ങിക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആണ്. റെൻറ്റ് കൂടാതെ ഈക്വൽ എമൗണ്ട് ഡെപ്പോസിറ്റ് വാങ്ങും. അത് ഈ സാധനം തിരിച്ച് നമുക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് നമ്മൾ റീഫണ്ട് ചെയ്യും. അതിൻ്റെ എമൗണ്ട് എത്ര ദിവസത്തേക്കുള്ള എമൗണ്ട്, ഇപ്പോൾ 4 ദിവസത്തേക്കുള്ളത് അത് എടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇനി ഷിപ്പിംഗ് പ്രോസസ്സ് ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഷിപ്പിംഗ് ആൻഡ് പാക്കിംഗ് ചാർജസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. 7 ഡേയ്സ് നമ്മൾ അയച്ചിട്ടൊരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് ഐറ്റം എത്തിക്കത്ത രീതിയിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതെ, അത് ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് ഒന്നുകൂടെയും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഗോൾഡിൻ്റെ കുറേ വെറൈറ്റീസ് കണ്ടു. ഈ സിൽവറും കൂടി കാണിക്കാം കേട്ടോ. ഓക്സിഡൈസ്ഡ് ഇയറിങ്സ്, ഇത് റെൻ്റല്ല, ഇത് സെയിൽ പർപ്പസ് ആണ്. അപ്പോൾ സെയിലും അത് ചിലർക്ക് മാത്രം ചില ഐറ്റംസ് ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ ഇത് കൊടുക്കുമെന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, ന്യൂ ഐറ്റംസ്. ഓക്കെ, അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ റെന്റിനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. റെന്റ് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ പുതിയ ഐറ്റംസ് ആണ്. ഇപ്പൊ ഈ പുതിയ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പഴയതാവും, പിന്നെയും നമ്മൾ പുതിയത് മേടിച്ച് വെക്കും. അങ്ങനെ വീക്ക്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കില്ല. ഇപ്പോഴും ഈ കണ്ട സംഭവം അല്ലാണ്ട് ഇപ്പം നിലവിൽ ട്രെൻഡിൽ എന്താ നടക്കുന്നത് ആ സംഭവമൊക്കെ നമുക്കിവിടെ മേടിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ മേടിച്ച് വെച്ച സമയത്ത് അത് പുതുമയുള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇവിടെ നിന്ന് റെൻറ്റിന് പോയ സംഭവമാണെങ്കിൽ അത് നമ്മൾ സെയിലിന് കൊടുക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ പുത്തൻ ഐറ്റമാണ്. ഇതൊന്നും റെൻറ്റിന് പോയിട്ടില്ലാത്തത് മാത്രമാണ് തരുള്ളൂ. പോയിട്ടുള്ള ഐറ്റംസ്, ഒരാൾ യൂസ് ചെയ്ത ഐറ്റംസ് നമ്മൾ സെയിലിന് കൊടുക്കില്ല. അത്രയും ക്ലിയർ ആയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇത് കൂടാണ്ട് ഇങ്ങനെ സിംഗിളായിട്ട് ഓരോരോ പീസുകൾ നമുക്ക് കാണാം. പിന്നെ വളകൾ നേരത്തെ കണ്ട മാലയ്ക്കൊക്കെ മാച്ച് ചെയ്യുന്ന ടൈപ്പ് വളകളാണ്. വാവ്, നമുക്ക് ഈ അമ്മച്ചിമാർക്കൊക്കെ ഇങ്ങനെ വളകളിനോട് ഇത്തിരി ക്രേസ് കൂടുതലുള്ളവരുണ്ട് ഇല്ലേ, അവർക്കൊക്കെ. പിന്നെ ഒറ്റവളമാണെങ്കിൽ ഒറ്റവളയുണ്ട്. നമുക്കിതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാൻസി വളകളാണ്, ട്രഡീഷണൽ വളകളാണ്. പിന്നെ ഇത് നമ്മുടെ കയ്യിൻ്റെ ഇവിടേക്ക് വങ്കി ഇതൊക്കെ വങ്കി ഞാൻ അവിടെ എടുത്ത് വെച്ച് കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം. ഇതിൻ്റെയും വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാ നടക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാതും ഇവിടെ ഉണ്ട്. ഓക്കെ, വങ്കിയിൽ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു കമ്മലിൻ്റെ ഒരു ഫുൾ റേഞ്ച് തന്നെ ഉണ്ട് കളക്ഷനാണ്.
അതില് സിൽവർ ഉണ്ട്, ഓക്സിഡൈസ്. അപ്പോൾ ഒരു ഐറ്റം കണ്ടിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടാണ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ന്യൂ ഐറ്റം ആണെങ്കിൽ നമ്മൾ കൊടുക്കുക. ജിംകിയിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ് കണ്ടു. അതിൽ ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള, വലുത് ചെറുത് വേണമെങ്കിൽ ചെറുത്, അതിനേക്കാളും വലുത് ഏറ്റവും വലുത്, അങ്ങനെ പല മോഡൽസ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. സ്റ്റോൺ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ AD സ്റ്റോണിൻ്റെ ജിംകി വരെ ഉണ്ട് അല്ലേ? അതെ അതെ ഉണ്ട്. ഇത് ഹിപ്പ് ചെയിൻ ആണ്, ട്രഡീഷണൽ ഹിപ്പ് ചെയിൻ ഉണ്ട്. അതുപോലെ ഇത് ഹെയറിൽ കണ്ടോ, ഓരോന്ന് ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴാണോ എന്തോരം വെറൈറ്റി ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഹെയറിലേക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഹിപ്പ് ചെയിനാണ്. ഹിപ്പ് ചെയിനിൽ തന്നെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹെയറിലേക്കും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഹെയറിലേക്ക് തന്നെയാണ്. നമുക്കൊരു അമ്പോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഭംഗിയിലൊക്കെ മുടി കെട്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിട്ടോ. വെറൈറ്റികളുണ്ടെന്ന്. അപ്പോൾ കളക്ഷൻസ് ഇതാ, ഇതൊക്കെ മുടിമിലേക്കുള്ളത് തന്നെയാണ്, ഹെയർ ആക്സസറീസ് വരുന്നത്. ഓക്കെ, ഇതാ ഇതൊക്കെ ഹെയറിലേക്കുള്ളത് തന്നെയാണ്. വേറെ ഡിസൈൻസ് എല്ലാം ഇവിടെ ബോക്സിൽ ഞങ്ങൾ കുറേ ഡിസൈൻസ് ഞങ്ങൾ ബോക്സിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഇതാ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ഡിസ്പ്ലേ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ഇത് കൂടാണ്ട് നമ്മൾ കൊലുസ്, പാദസരം, ഇപ്പോൾ എന്ന് പറയണത് ആങ്കിൾ ചെയിൻ, ഇപ്പോഴത്തെ പിള്ളേരുടെ വാക്കുകളാണ്. ഇതാ അതിലും സിമ്പിൾ വേണമെങ്കിൽ സിമ്പിളുണ്ട്, കുറച്ച് ഹെവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനത്തെ പീസസും ഉണ്ട്. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ സിമ്പിളാണ് വരുന്നത്. ഇത് കുറച്ച് ഹെവി പീസാണ് വരുന്നത്. ഇതിന് തന്നെ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി ഇപ്പോൾ സ്റ്റോൺ മാത്രം, കുന്തൻ്റെ സ്റ്റോൺ വേണമെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റോൺ മാത്രമായിട്ടുള്ളതുണ്ട്. പിന്നെ ആൻറ്റിക് വർക്കിൽ സിമ്പിളായിട്ടുള്ള വർക്ക്, അങ്ങനെ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ നമുക്ക് ആങ്കിൾ ചെയിനാണ് കേട്ടോ വരുന്നത്. എന്ന് വെച്ചാൽ പാദസരം, കൊലുസ്, പല കൊലുസ് പറയുമ്പോഴല്ലേ രസം കേൾക്കാനൊരു സുഖം എന്ന് പറയണത് കൊലുസ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാർക്ക് അപ്പോൾ ആങ്കിൾ ചെയിൻ, പിന്നെ ആരെയൊക്കെയാണ് ഹിപ്പ് ചെയിൻ, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ ആ കാലൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ. ഇതൊക്കെ ഇങ്ങനെ സൈസസ് ഉണ്ടാവില്ല അല്ലേ ഓരോ കാലത്ത്? ഇങ്ങനെ എല്ലാ സൈസിലും ഇതും കൊലുസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നെറ്റിച്ചുട്ടിയാണ്. നെറ്റിച്ചുട്ടിയുടെ കുറച്ച് വെറൈറ്റി കാണിക്കാം. ഓക്കെ, ഇത് ലെയർ നെറ്റിച്ചുട്ടി, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ഇത് ഇങ്ങനെ ഈ രണ്ട് സൈഡിലും നടുക്കിൽ എല്ലായിടത്തേക്കും ഇങ്ങനെ വരുന്ന ടൈപ്പ് കിട്ടാം. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് നടുക്കിൽ മാത്രമായിട്ടുള്ള സിമ്പിളായിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ട്. ഹെവി വേണമെങ്കിൽ ഹെവി ഉണ്ട്. ഇതൊക്കെ അതിന് നെറ്റിച്ചുട്ടിയുടെ വെറൈറ്റീസാണ്. ഒക്കെ ഈ ഗ്രീൻ ആൻഡ് മറൂൺ, അതാണ് നമ്മുടെ കേരള കളർ എന്ന് പറയുന്നത്. ട്രഡീഷണൽ കളർ എന്ന് പറയുന്നത് തന്നെ അതായിരിക്കും അല്ലേ? പിന്നെ സിമ്പിളായിട്ട് വരുന്നത് അല്ലേ? നമുക്ക് 3 പോർഷൻ വരാണ്ട് നടുക്കിലത്തെ മാത്രമായിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒരു ഫുള്ളായിട്ട് ഇവിടെ ഫുൾ വർക്കിൽ വരുന്നത് കേട്ടോ. കല്ലാണ്, സ്റ്റോണും അതുപോലെ ബീഡ്സും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഐറ്റമാണ്. പിന്നെ സ്റ്റോണിൽ വേണമെങ്കിൽ സ്റ്റോണിൽ ഇതൊക്കെ നമുക്ക് ആ ഒരു പാർട്ടി വെയർ അതിനൊക്കെ യൂസ് ചെയ്യാം. അത് ശരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മറ്റേ കല്ലാണ് ഫുള്ള്. നമുക്ക് സ്റ്റോണിൽ അതുപോലെ സിൽവർ, ഗോൾഡ്, സിമ്പിൾ സ്റ്റോൺ വേണമെന്ന് വെച്ചാൽ അങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവോ? കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് പേള് വേണമെന്ന് വെച്ചാൽ പേളിൽ വിത്ത് സ്റ്റോൺസ്, AD സ്റ്റോണും അങ്ങനെയൊക്കെ വരുന്നു. ഇത് കുറച്ച് ഹെവി പീസാണല്ലോ. കളറ് അനുസരിച്ച് ചൂസ് ചെയ്തെടുക്കാം. ഇതിൽ കളേഴ്സും ഉണ്ട്, ഇഷ്ടംപോലെ കളേഴ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെൻറ്റിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അതൊന്നും വേണ്ട, നമുക്ക് ട്രഡീഷണൽ മാത്രമായിട്ട് വേണമെന്ന് വെച്ചാൽ, എനിക്ക് ട്രഡീഷണലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ട്രഡീഷണൽ മാത്രമായിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനത്തെയും വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള ചെറിയ ഒരു ചുട്ടി. ഇനി നമുക്ക് AD സ്റ്റോണിലെ കുറച്ച് വെറൈറ്റീസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് സൈഡിൽ വെക്കാം. വെറൈറ്റീസ് ഉണ്ട്. ഇനിയും
ഇതൊക്കെ കറക്റ്റ് എന്താ പറയുക നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ, പഞ്ഞിയിലൊക്കെ വെച്ചതല്ലേ. അത്രയും നിങ്ങളിവിടുന്ന് എങ്ങനെയാണ് പാർസലാക്കുമ്പോൾ ടൈറ്റ് ആയിട്ട് നല്ല സേഫ്റ്റി പാക്കിലാണ് ബബിൾ റാപ്പ് എല്ലാം നല്ല സേഫ് ആയിട്ടാണ് അയക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെ അവർ ശ്രദ്ധിച്ച് അയച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാശ് ലാഭിക്കാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് കാശ് പോണ വഴി അറിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റോൺ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ബാക്കി പറയണ്ടല്ലോ. ഇനി ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെ, അത്രേ ഉള്ളൂ. അത് നമ്മുടെ മുതലല്ല, വല്ലവരെ മുതലാന്ന് വിചാരിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. നമുക്ക് സ്റ്റോണിൽ വരുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള AD സ്റ്റോണിൻ്റെ നെക്ലേസ്. ഇത് സൂപ്പർ പീസാണ് കേട്ടോ. ഇത് എൻ്റെ കൂടെ വരുന്നത് ഇയറിങ്ങും വരുന്നുണ്ട്. സിമ്പിളായിട്ടല്ല, കുറച്ച് ഹെവിയാണ് കാണുമ്പോൾ, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഒക്കെ വരുന്നത്. അത് ശരിക്കും ഇടുമ്പോൾ ആ ഷേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് അത് കിടക്കും. അതിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ സിൽവർ ആണെങ്കിൽ ഇതിൽ നമുക്ക് റോസ് ഗോൾഡ് വരുന്നുണ്ട്. റോസ് ഗോൾഡ്, സിൽവർ ഉണ്ട്, പിന്നെ AD തന്നെ പറയാം റൂബിക് സ്റ്റോൺ, അതല്ല അങ്ങനെ പല സ്റ്റോൺസിൽ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഒക്കെ ബോക്സിലാണ് കേട്ടോ കൂടുതൽ വെച്ചിരിക്കണത്. നമുക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചോദിച്ച് മേടിക്കാം. എനിക്ക് ഈ കളറിൽ ഇങ്ങനെ, നിങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ടാവില്ലോ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ ഐറ്റംസ് വേണം എന്നുള്ളത്. അങ്ങനത്തെ ഡിസൈൻ ഏത് പാറ്റേൺ വേണമെങ്കിലും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ചിട്ട് കാണിച്ചിട്ട് അതുണ്ടെങ്കിൽ അതും വേഗം വന്ന് മേടിച്ചു അല്ലേ. ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഡിസൈൻ ആണെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചും കൊടുക്കും. ഓക്കെ. ഇത് ഒരു 2 ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡിൽ നമുക്ക് മൾട്ടി കളറിൽ 2 ഷെയ്ഡും വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ കൂടുതൽ നമുക്ക് ഗൗൺ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്രോക്ക്, റിസപ്ഷൻ ഇങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാൻ. ഇതിൻ്റെ വെറൈറ്റി നേരത്തെ കണ്ടത് കുറച്ച് തിൻ ലെയറായിരുന്നു. ഈ കണ്ടത് നമുക്ക് കുറച്ച് തിൻ ലെയറിലായിരുന്നു. ഇത് വരുമ്പോൾ കുറച്ച് കട്ടി കൂടിയ ടൈപ്പാണ് വരുന്നത്. അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇയറിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഇയറിംഗ് സെറ്റും കൂടി ഇങ്ങനെ 2 സെറ്റ്, ഇത് 2 കൂടി ഇങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം അല്ലേ. അതായിരിക്കും മാച്ചിങ്. പിന്നെ അല്ലെങ്കിൽ ഇയറിംഗ്. അതെ, ഇതൊരു അടിപൊളി പീസാണല്ലോ. കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വെച്ച് നോക്കാണ്ട് പറ്റുമോ അല്ലേ. കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് വെറൈറ്റി ആണ് ഇതിൻ്റെ ഇയറിംഗ്. ഇതെങ്ങനെ വേണ്ടാന്ന് പറയും നമ്മൾ അല്ലേ. എന്ത് രസമാണ് കണ്ടോ. നല്ല ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയും കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു നേവി ബ്ലൂ ആ ഒരു ഷെയ്ഡ്, ഗ്രീൻ ഉണ്ട്, പേസ്റ്റല്ലേ, പിന്നെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അതിവിടെ ഉണ്ട്. ഡാർക്ക് ഗ്രീൻ, എമറാൾഡ്. ഇതാകുമ്പോൾ ഒരു ലൈറ്റ്, അതാകുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ അത് ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത്. ഗോൾഡ് ഫിനിഷിൽ വേണം എന്നുള്ളവർക്ക് ഗോൾഡ് ഫിനിഷിലുണ്ട്. ഓഹോ, എല്ലാ തരം വെറൈറ്റി കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ ഷോപ്പിൻ്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ? ഏകദേശം മോർണിംഗ് 9:30 തൊട്ട് നൈറ്റ് 8 മണി വരെയാണ്. 8 മണി വരെ സമയമാണ്. സൺഡേ ക്ലോസ്ഡ് ആണ്. ബട്ട് സൺഡേ വരണം എന്നുള്ളവർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ. പക്ഷെ സൺഡേ വെക്കണം, കാരണം സൺഡേ ആണല്ലോ കൂടുതൽ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളത്. സൺഡേ വേണം, ഞങ്ങൾക്ക് ഷോപ്പ് വേണം, അങ്ങനെ ഒന്ന് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അല്ലേ. സൺഡേ വരണം, സൺഡേ സൗകര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നു. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഫംഗ്ഷന് ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പോകണം, കാലത്ത് തന്നെ നമുക്ക് സൺഡേ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ അയ്യോ എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വന്ന് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് കുറച്ച് സിമ്പിൾ ഇത് കുറച്ച് ഹെവിയാണ്. സിമ്പിൾ മതി എന്നുള്ളവർക്ക് സിമ്പിൾ ഐറ്റംസും ഉണ്ട്. ഈ കാണിച്ചത് മൊത്തം ഹെവി പീസ് അല്ലേ എന്തൊക്കെ. അപ്പോൾ ഇനി സിമ്പിൾ പീസുകൾ വെച്ചോളൂ. ഓക്കെ, സിമ്പിൾ പീസുകൾ ഇനി കാണിക്കാം നമുക്ക്. ഇത് കുറച്ച് ഹെവി പീസസ് ആയിരുന്നു. ഇതൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ വെച്ചില്ലെങ്കിലേ സിമ്പിളായിട്ട് പേളായിട്ടുള്ളത് അല്ലേ. ചോക്കർ. അപ്പോൾ ഈ തിൻ കൂടിയതും കുറവും അതിനനുസരിച്ചിട്ടല്ലേ റേറ്റ് വരാം. അതെ, അതിൻ്റെ ഒരു വാല്യൂ അനുസരിച്ചാണ് നമ്മൾ. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പീസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി പീസാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത്. ഇതൊക്കെ ആകുമ്പോൾ നിസാര റേറ്റേ വരുന്നത്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് റേറ്റ് കുറയും. ഇത് ചെറിയ
കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സംഭവം മറന്നു, കുട്ടികൾ ഇതിലുണ്ടല്ലേ. നമ്മൾ എപ്പോഴും ഈ ബ്രൈഡിൻ്റെ അപ്പുറത്തിരിക്കുന്ന അമ്മ, ചേച്ചി, അനിയത്തി അവര് മാത്രമാണ് ഫോക്കസ്. അല്ല, അവരെ കൂടെ പിള്ളേരുകളും ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ, ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ? അതെ, അത് നമുക്ക് ഈ ഹോളി കമ്മ്യൂണിയൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷൻസ്, അതൊക്കെ വൈറ്റ് വേണമെന്ന് വെച്ചാൽ വൈറ്റിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കുട്ടികൾക്ക് സിമ്പിളായിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെ പട്ടുപാവാടൊക്കെ ഇടുമ്പോൾ, ഇപ്പോൾ ഓണം വിഷുവൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പട്ടുപാവാട, ധാവണി ഇതൊക്കെ ഇടുമ്പോഴേ അതിലേക്കൊക്കെ മാച്ചിങ് ആയിട്ട് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ബോക്സിൽ വെച്ചിരിക്കണ കുറേ കാണിക്കാനുണ്ട്. ഇതൊക്കെ കാണിക്കാൻ നിന്നെങ്കിൽ ഇന്നത്തെ മൊത്തം ദിവസം പോകില്ലേ. ഇത് നമ്മളൊരു ഭാഗം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയും അപ്പുറത്തേക്കൊക്കെ ഇനിയും കിടക്കുന്നുണ്ട് കളക്ഷൻസ് കാണിക്കാനായിട്ട്. നമ്മളിനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കയറിയാലോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റീസ് വരുന്നത്. ഇത് കൂടാണ്ട് ഇത് കുറച്ച് ഹെവി പീസാണ് കേട്ടോ. ഇതിൽ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാമെന്നല്ലേ? സിംഗിൾ ആയിട്ട് ഒരു മാല മതി എന്നുണ്ടെങ്കിൽ ആ ഒരു മാലയായിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ. വിത്ത് ജുംക വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആണ്. ഇത് ഇയർ ഈ ജുംക്കയുണ്ട്, ഫിംഗറിംഗ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആണല്ലേ? അഡ്ജസ്റ്റബിൾ ഫിംഗറിംഗ്. അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കിടക്കണുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത് ഒക്കെ റിങ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് നമ്മുടെ വെല്ലിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടിപൊളി ഒരു പീസാണല്ലോ ഈ കാണുന്നത്. അതെ, ഇത് ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ബീഡ്സിൽ, ഫുള്ള് ബീഡ്സിൽ വരുന്ന ചോക്കർ സെറ്റ്, നെക്ലെസ്, ലോങ് മാല, പിന്നെ അതിൻ്റെ കമ്മൽ. ഇതൊക്കെ ഒരെണ്ണം ഇട്ടാൽ മതിയില്ല, അത്രയും ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ് എടുക്കും കേട്ടോ. പിന്നെ ഇത് ഫുൾ ശരിക്കും ഒരു ബ്രൈഡ് വേണമെങ്കിൽ പറയാം. ഇത് ഹിപ്പ് ചെയിനാണ്, അതുപോലെ ജുംക്ക, പിന്നെ ചുട്ടി മാട്ടി ഉണ്ട്, പിന്നെ ചെറുത് വേണം, വലുത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റേറ്റൊക്കെ ഡിപ്പെൻസ് ആണ്. നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ റെൻറ്റിന് പോകണമായിട്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞാലും നിങ്ങൾക്ക് റെൻറ്റിന് പോകുമ്പോൾ പുതിയ കളക്ഷൻസ് വരും. അപ്പോൾ അതൊക്കെ റെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്കിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പുതിയ കളക്ഷൻ. ഇപ്പം നമ്മൾ കണ്ട വൈറ്റ് ബീഡ്സിൻ്റെ കളേഴ്സ് ഫുള്ള് ഗ്രീൻ വരുന്ന ഒരു സെറ്റാണിത്. അപ്പോൾ കളേഴ്സും അവൈലബിൾ ആണ് അല്ലേ? സാരിക്ക് മാച്ച് അനുസരിച്ചിട്ട് നമുക്ക് കളർ ശരിക്കും പറഞ്ഞാൽ കോൺട്രാസ്റ്റ്, നമുക്കിപ്പോൾ ഒരു റെഡ് മറൂൺ കളറുടെ സാരിയൊക്കെ ആണെങ്കിൽ അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫുൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ആ ഒരു മാല ശരിക്കും എടുക്കുക. ഗ്രീനിൽ ഗ്രീൻ ഇടരുത് കേട്ടോ, കോൺട്രാസ്റ്റ് എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈറ്റ് ഫിനിഷ് അല്ലെങ്കിൽ നല്ല ഗോൾഡ് ഫിനിഷ് ഒക്കെ വരുന്ന സാരിയുടെ കൂടെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സാരിക്ക് മാച്ചിങ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പോലും ഫുൾ സെയിം മാച്ചിങ് ആയിട്ട് എടുത്താലും അത് കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം സെയിം കളറായിരിക്കുമല്ലോ. അപ്പോൾ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിൽ എല്ലാം കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബ്ലാക്ക് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, അതുപോലെ റോസ് ഗോൾഡ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആണ് അല്ലേ? ഇതൊരു റിസപ്ഷൻ അല്ലെങ്കിൽ ജോർജറ്റ് അങ്ങനെ ഫാൻസി സാരി എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നല്ല ഒരു, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു പീസാണ്. അത് പറയുന്നത് തന്നെ ഒരു ആവേശമില്ലേ? ഇത് എപ്പോഴും പക്ഷേ എപ്പോഴും നമുക്ക് ഇതിടെ ഇടാൻ ഇതിൽ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഒരുപാട് പീസസ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഇത് ഇടാം, ഒരു ഫംഗ്ഷൻ അത് ഇടാം, അങ്ങനെ വെറൈറ്റി. എന്തായാലും ഇഷ്ടപ്പെട്ട പീസാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് വെച്ച് നോക്കിയാലോ. എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് സാരിയുടെ കൂടെ ഒക്കെ നന്നായിട്ടുണ്ട് ഡ്രസ്സിൻ്റെ. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്നുണ്ട് അല്ലേ? പിന്നെ ഇവിടെ മിററൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ വെച്ചൊക്കെ നോക്കാനായിട്ട് ഞാൻ മിററിൽ നോക്കണില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളാണ് എൻ്റെ കണ്ണാടി അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ മതി, കോമൻറ്റ് സെക്ഷനിൽ ഇടണം കേട്ടോ ഇത് ഈ പീസ് എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷെ നല്ല ഒരു എന്താ പറയുക, ഇട്ടാൽ അവിടെ അങ്ങോട്ടങ്ങനെ കിടന്നോളൂ അല്ലേ? അപ്പം അതിന് അടിപൊളി പീസ്, സൂപ്പർ. ഊരാൻ തോന്നണില്ല ഊരാൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യണ. ഞാൻ പറഞ്ഞു ഊരാൻ തോന്നണില്ല, നല്ല അടിപൊളി പീസല്ലേ? അപ്പൊ ഇത് ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, അതെ കുറച്ച് സാധാരണ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഐറ്റമാണ്. അടിപൊളി കേട്ടോ. പിന്നെ കുറേ നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള നമുക്ക് ചെറിയ സെറ്റുകളോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ബ്ലാക്ക് ആൻഡ് റോസ് ഗോൾഡിൽ വരുന്ന കളക്ഷൻ, സിമ്പിൾ നെക്ലസസ്, സിമ്പിൾ. വാവ്, സൂപ്പർ യാർ.
ലൂപ്പ് വിത്ത് ജിംകി, അതിൽ ഗോൾഡ് ഫിനിഷ്, റോസ് ഗോൾഡ്, അതും നല്ല ഭംഗിയാണ് കേട്ടോ. വൺ സൈഡ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് തിരിയാണെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ വരും. നല്ല ഇട്ട് വരുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവും കേട്ടോ, നല്ല രസമായിരിക്കും. ഇത് സിംഗിളായിട്ട് നമുക്ക് കിട്ടുന്നൊരു പീസാണ് കേട്ടോ. പിന്നെ ഇത് 2 സെറ്റാണ് നമ്മൾ ഒരുമിച്ച് മാച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു സിമ്പിൾ നെക്ലസും കുറച്ച് വലിയൊരു നെക്ലസ്. ഇത് വേറെ കേട്ടോ. അതെ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വീതി തോന്നിക്കാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാം. സ്റ്റോൺ ഉള്ളത് വേണമെങ്കിൽ സ്റ്റോൺ, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റികൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുണ്ട്, വലിയ രീതിയിലുണ്ട്. പിന്നെ റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതൊന്നും എടുത്തോ. ഡിസ്പ്ലേ വെച്ചിങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. അതിൽ നമുക്ക് സ്റ്റോൺ ഉള്ളതുണ്ട്, AD സ്റ്റോണിലുണ്ട്, സാധാ ഉണ്ട്, റുബിക് സ്റ്റോണിലുണ്ട്, വലിയതുണ്ട്. ഇതൊക്കെ വങ്കി ടൈപ്പ് അല്ലേ അതിൽ റിങ് വരുന്നത്. അതിൽ സ്റ്റോണിലും വരുന്നുണ്ട് കേട്ടോ. ഇതാ വലിയ വലിയ ഫ്ലവേഴ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതാ ഇതെന്തായാലും എടുത്ത സ്ഥിതിക്ക് അടിപൊളി കേട്ടോ. എന്ത് രസമല്ലേ ഓരോന്ന്. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ച് തരാൻ മറക്കരുത് അല്ലേ. അതും കൂടി ഓർമ്മിപ്പിക്കുക അല്ല, നമ്മളത് പറയണമല്ലോ. അത് പറയണോട് കൂട്ടത്തിൽ ഇതും കൂടി പറയാണ് കേട്ടോ. കാരണം ഇത് റെൻറ്റിലാണ്, നമ്മുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലല്ലോ. പിന്നെ നമുക്ക് ബാംഗിൾസിൻ്റെ തന്നെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ കട ടൈപ്പ് വരുന്നുണ്ട്, ട്രഡീഷണൽ ഉണ്ട്, സ്റ്റോണിൻ്റെ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇത് വെറും ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതൊരു ബോക്സസ് വേറെ വരുന്നുണ്ട്. ഇതാ ബോക്സിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ബോക്സ് എത്തി. അതിന് ഇത് ഒരു പീസായിട്ട് കൊടുക്കുമല്ലോ അല്ലേ? കൊടുക്കും, ഒരു പീസായിട്ടും കൊടുക്കും. എല്ലാ അളവും വെച്ചിട്ടുണ്ട്, ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ എല്ലാ സൈസസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോരോ പീസുകൾ നോക്കാം. ഇതൊക്കെ വലിയ വലിയ കടകളാട്ടോ. ഒരു ട്രഡീഷണൽ ഇതൊക്കെ സ്ക്രൂ ടൈപ്പാണല്ലോ വരുന്നത്. ഇത് സ്ക്രൂ ടൈപ്പാണല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. ഒറ്റവളങ്ങൾ മാത്രമായിട്ട് വേണമെങ്കിൽ അതിൻ്റെയും വെറൈറ്റി ഉണ്ട്. പിന്നെ ഒറ്റവള വേണമെങ്കിൽ ഒറ്റവള, അങ്ങനെ നമുക്ക് കൈ നിറഞ്ഞ് കാണണമെങ്കിൽ കൈ നിറഞ്ഞ് കാണാനുള്ളത്, വലിയ വീതിയുള്ളത് വേണമെങ്കിൽ വീതിയുള്ളത്, അങ്ങനെ ഇതിനെല്ലാതും. ഈ ബാംഗിൾസിലൊക്കെ വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 50 ആ റേഞ്ച് തൊട്ടുണ്ട്. 50 റുപ്പീസ് തൊട്ട് ബാംഗിൾസിൽ നമുക്ക് റെൻറ്റിൽ കിട്ടും കേട്ടോ. ആ ബാംഗിൾസിൽ അടിപൊളി. പിന്നെ അപ്പോൾ പിന്നെ ഊരിക്കാലോ, റിങ്ങിനൊക്കെ നിസ്സാര റേറ്റ് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് 25 അങ്ങനെയൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ വെറൈറ്റികൾ കാണാം. ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ നിൽക്കണില്ല. അപ്പോൾ ഇതൊക്കെ ഫുൾ കാണണമെങ്കിൽ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. വെറൈറ്റീസ് ഇഷ്ടം. ഇപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരെണ്ണം റെൻറ്റിന് പോയിട്ടുണ്ട്. കണ്ടോ, 2 പീസായിട്ടാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പീസ് റെൻറ്റിന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ്, അല്ലെങ്കിൽ 2 പീസ് വേണമെങ്കിൽ 2 പീസ്, 2 കയ്യിലേക്ക് വേണമെങ്കിൽ സിൽവർ, AD സ്റ്റോൺ, സിൽവർ, ഓക്സിഡൈസ്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് വേണമെങ്കിൽ മാച്ചിങ്, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ്. ഇതൊക്കെ സ്റ്റോൺസിൽ വരുന്ന കളക്ഷൻ ഒക്കെ സെപ്പറേറ്റ് ബോക്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഡിസ്പ്ലേ മാത്രം വേണമെങ്കിൽ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരുപാട് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. ഏകദേശം എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ബോക്സിലായിരിക്കണം. കൂടുതൽ ഐറ്റംസ് ബോക്സിലാണ് ഇരിക്കുന്നത് കേട്ടോ. സ്റ്റോണിൽ വരുന്നതുണ്ട്, അങ്ങനെ അങ്ങനെ കളക്ഷൻസ്. ഇതൊക്കെ ഫുൾ ബാംഗിൾസ്. അതുപോലെ സൈസസ് വരുന്നത് 24, 26, 28 അല്ലേ? 24, 26, 28, 210 വരെ അവൈലബിൾ ആണല്ലേ? ഓക്കെ. പിന്നെ ബാംഗിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ടുള്ളത്. ബാംഗിൾസ് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡിൽ തന്നെ നമുക്ക് ഒറ്റവള എന്ന് പറഞ്ഞില്ലേ, ആ ഒറ്റവളയിൽ തന്നെ നമുക്ക് ഇത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. പിന്നെ കൊലുസ്, പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് സിന്ദൂര ചെപ്പല്ലേ അത്? അതെ, ഇതുവരെ കൊടുക്കൂലേ? അത് കൊടുക്കും, അത് സെയിലാണ്. ഇത് സെയിലല്ലേ? ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യല്ലേ? വാവ്, നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട്. സിന്ദൂര ചെപ്പ് കാണാനായിട്ട് അത് ഒരു വെറൈറ്റി. ഇത് സെയിൽ പർപ്പസ് ആണ്, നമുക്ക് സെയിൽ അല്ലേ? എന്ത് രസമായിരിക്കും ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് സിന്ദൂരം വെച്ചാൽ ഇങ്ങനെ ഇടാം. ആ ഒരു മാരേജ് ടൈമിൻ്റെ ആ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ വെറൈറ്റീസ് ആണോ അവിടെ ഇരിക്കുന്നത്? ഇതാ ഇത് ചെറുത്, അതിൻ്റെ കുറച്ച് വലുത്, പിന്നെ റൗണ്ട് ഷേപ്പിലായിട്ട് അങ്ങനെ. ഇതൊക്കെ സെയിൽ പർപ്പസിനാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഏകദേശം റേറ്റ് ഒരു 300, 350, 400 അങ്ങനെയൊക്കെ. 300, 400. ഇതിപ്പോൾ 500 ആണ്. ഇത് കുറച്ച് വലുത്, കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ഇത് 500 ആണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സിന്ദൂര ചെപ്പാണ് കേട്ടോ. അടിപൊളി, സൂപ്പർ.
അപ്പോൾ റെൻറ്റും ഉണ്ട് സെയിലും ഉണ്ട്. അത് ഫ്രഷ് പീസ് മാത്രമേ നമ്മൾ സെയിലുള്ളൂ. അത് എടുത്തെടുത്ത് പറയാണ്. റെന്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സെയിൽ കൊടുക്കുമെന്ന് ചോദിച്ചതുകൊണ്ട് ഫ്രഷ് പീസസ് മാത്രം സെയിൽ അങ്ങനെ വെക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. പിന്നത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം. ഇതിൽ ബ്ലാക്ക് സ്റ്റോൺ ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിൽ പേളും അതുപോലെ തന്നെ ഗ്രീന്. അത് വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ അതിന് മുകളിലിരിക്കുന്ന അതിനേക്കാളും വെറൈറ്റി. ഇതൊരു ഡിഫറെൻറ്റ് പീസ് അല്ലേ. ഒരു ഡിഫറെൻറ്റ് പീസ്, ഡിഫറെൻറ്റ് പാറ്റേൺ, ഡിഫറെൻറ്റ് ലുക്ക്. മറ്റതൊക്കെ പറയുമ്പോൾ നമ്മൾ ഏകദേശം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് തന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഈ കാണുന്നത്. കുറച്ചിങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്ന വിധത്തിലുള്ളത്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ മൊത്തം വലിയ ഹെവി വർക്കായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇത്രയും വലുത് ഒരെണ്ണം ഇട്ടാൽ മതി. പക്ഷേ അത്ര അങ്ങോട്ട് വെയിറ്റ് ഇല്ല. ഫിനിഷിങ്ങും പക്ക ഫിനിഷിങ്ങിൽ തന്നെയാണ് കേട്ടോ. അടിപൊളി കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. അത് എടുക്കാണ്ട് ഒരു തൃപ്തിയില്ല. നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെയാണ്. ശരിക്കും ഇവിടെ വരാണെങ്കിലല്ലേ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ലെങ്ത് ഇങ്ങനെ വെച്ച് നോക്കി ആ ഒരു ഫീല് നോക്കി നമുക്ക് മേടിക്കുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് കൂടുതൽ നേരത്തെ ഇട്ടതായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ പക്ക ട്രഡീഷണലിൽ നമുക്ക് പെടുത്താം. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു റിസപ്ഷൻ, ഒരു മോഡേൺ ടച്ച്, ആ ഒരു ഫീലാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ബ്രൈഡ് എന്ന് പറയുമ്പോൾ എല്ലാ തരം ബ്രൈഡ്, അങ്ങനെ ക്രിസ്ത്യൻ ഇത് ജാതി മതം ഒന്നുമില്ല. എല്ലാം ബ്രൈഡ്സിന് വെൽക്കം. അതെ, എല്ലാ ബ്രൈഡ്സിനും പറ്റിയ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബ്രൈഡ് മാത്രം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇത് ഇടയിൽ ഇങ്ങനെ വിട്ടോളേ നോക്കി എന്ത് രസമല്ല കാണാനായിട്ട്. ആ ഒരു വൈറ്റ് പേളിൽ ആ ഒരു ബ്ലാക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വന്നപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്കില്ലേ. നോർമൽ കാണുന്നേക്കാളും വിട്ടിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി. അപ്പോൾ ഇത് കാണുന്ന ഡിസ്പ്ലേ മാത്രമല്ല, ഇത് കൂടാണ്ട് ബോക്സിലൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും സെയിം ഈ ഐറ്റം നോക്കിയാൽ കമ്മല് കണ്ടോ. ഇത് കുറച്ച് ഇത് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിന് ദുബായ് ഡിസൈൻ എന്നാണ് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണിത്. ഈ കാണുന്ന സാധനം കയ്യിൽ വെച്ച് നോക്കിയാൽ ഇത് ശരിക്കും വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഞാൻ ഇട്ടോട്ടെ. ഇത് ഇത്ര നേരം ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഇപ്പോൾ ചോദിക്കാനും കാര്യം ദുബായ് പീസാണല്ലോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര ആ ഒരു ദുബായ് ഗോൾഡിൻ്റെ ഒരു ഫിനിഷിങ് ടച്ചില്ലേ, പക്ക ആ ഒരു ക്വാളിറ്റി തന്നെ. അടിപൊളി അല്ലേ. എനിക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ ഇങ്ങനെ വാവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല കസ്റ്റമറാണ് അവിടെ നിൽക്കുന്നത്. വാവ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി കേട്ടോ. ഒരു ഇഷ്ടമായി. മൊത്തത്തിൽ ഓവറോൾ ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പം ഇതേപോലെ ഗോൾഡ് പണിയിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ രൂപ എത്ര വരും? അതൊരു ഒറ്റ തവണയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത കളക്ഷൻ പിടിക്കുക അല്ലേ. ഇതിൻ്റെ തന്നെ ചെറിയ നെക്ലസും മിഡിൽ ആയിട്ട് കൊടുക്കാൻ പറ്റിയ മാല, ലോങ് ഹാരം, അതെല്ലാം ഉണ്ട്. ദുബായിലെ കളക്ഷൻസ് തന്നെ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. ഇഷ്ടം പോലെ വെറൈറ്റീസ്. പക്ഷേ ഇതൊക്കെ കാണിക്കുന്നത് മൊത്തം ഭയങ്കര നമ്മുടെ ഇവിടുത്തെ മാതിരി ഈ ചെട്ടിനാട് മറ്റേത് അങ്ങനെ പറയാം ഭയങ്കര ഹെവി പീസ് ഒന്നുമല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, അതും നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ. അത് ദുബായില് കുറച്ചോ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും അത് അത്ര തൃപ്തിയാവണം അറിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കൂടുതൽ ഈ ഇവിടുത്തെ കൽക്കട്ട വർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് ടെമ്പിൾ ഐറ്റംസിനാണ് കൂടുതൽ ഫോക്കസ്. ചില ആൾക്കാരുണ്ട് ഇത് ഇഷ്ടമുള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പീസസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് ഇതൊക്കെ ട്രഡീഷണൽ തന്നെയാണ് കേട്ടോ. നമ്മളവിടെ നേരത്തെ കാണിച്ചിട്ടുള്ള ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ കാണാൻ പറ്റും. നേരത്തെ കളർ ഒരു ഗ്രീൻ കളർ കണ്ടു, അതിൻ്റെ വൈറ്റ് കേട്ടോ. പിന്നെ അത് ഫുൾ വൈറ്റിൽ തന്നെ അതിൻ്റെ കളർ ചേഞ്ചസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിൽ റുബിക് സ്റ്റോൺ ഉണ്ട്, AD സ്റ്റോൺ ഉണ്ട്. ഇതൊക്കെ ഗോൾഡിലാണ് കേട്ടോ. നമുക്ക് യെല്ലോ സ്റ്റോണിൽ വരുന്നത്. ഇത് വിക്ടോറിയൻ സെറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ട്രെൻഡാണ്. ഇതിൻ്റെ കുറച്ച് പീസസ് നമ്മൾ ഇപ്പോൾ ഇവിടെ അധികം ട്രെൻഡ് ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് പീസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ഇനിയും കുറച്ച് ഇതിൽ കളേഴ്സ് ഒക്കെ മാറി വരുന്നുണ്ട്. ഇപ്പൊ ഈ വീക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് വരുന്നതിനകത്ത് ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്കൊരു യെല്ലോ ടച്ചാണ് വരുന്നത് സ്റ്റോൺ. മറ്റേതാകുമ്പോൾ കളേഴ്സ് ആ സ്റ്റോണിന്റെ ഡിഫറെന്റ് കളേഴ്സ് മാറും. പാറ്റേൺ ഈ പേളിന്റെ കളർ മാറും.
റെഡ് ബ്ലൂ അങ്ങനെ വരും. ഈ അകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോൺസ് മാറും. ശരിക്കും ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ആ ഒരു വർക്ക് കണ്ടാൽ അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ നോർമൽ കാണുമ്പോൾ ഭംഗിയുണ്ട് അല്ലേ. ശരിക്കും ഓരോരോ വർക്കിന് ഓരോരോ പേരുകളുണ്ട് അല്ലേ. പിന്നെ വരുന്നത് ഇത് എഡി സ്റ്റോണിൽ സിൽവർ, നമ്മുടെ ഡയമണ്ട് ഓർണമെന്റ്സിന്റെ ആ ഒരു ലുക്കിൽ വരുന്നതാണ്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ട്. ഇപ്പം ഒരു ഡയമണ്ടിൻ്റെ ഒരു ചെറിയ പീസ് വേണമെന്ന് വെച്ചാൽ അതുവരെ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊന്നും എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിലുള്ളത് കുറച്ച് കൂടുതൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ക്രിസ്റ്റൽ സ്റ്റോണിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഒരു നോർമൽ ഒരു മോഡേൺ ആ ഒരു ടച്ചിൽ വരുന്നത്. ഈ പീസ് എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടിപൊളി പീസ് കേട്ടോ, സൂപ്പർ. ഇത് ഫുൾ സ്റ്റോണാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം സ്റ്റോണല്ലേ. കാണുമ്പോൾ ശരിക്കും ഒരു സൂപ്പർ, കുറച്ച് വെറൈറ്റി, കുറച്ച് ഡിഫറെൻറ്റ് പീസാണ് പിന്നെ സ്റ്റേറ്റ്മെന്റ് പീസ് പോലെ. യെസ്, ഇതൊരു നിങ്ങളുടെ സിഗ്നേച്ചർ പീസാണ് ഇത് അല്ലേ. നമ്മുടെ റെൻറ്റ് ഏജൻ്റെ സിഗ്നേച്ചർ പീസാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റെൻറ്റ് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു 1-2 ഡേയ്സിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളൊരു 1000 ഒക്കെ ചാർജ് ചെയ്യും. അത്രയേ ഉള്ളൂ. നമുക്കൊരു 2 ദിവസത്തേക്ക് തന്നെ മതി. നമുക്കൊരു ഡേക്കല്ലേ ഉണ്ടോ, 4 ദിവസമൊക്കെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരു ദിവസത്തേക്കായില്ല. നമുക്ക് 1000 റുപ്പീസ് സൂപ്പർ പീസാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ശരിക്കും മേടിക്കാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയും ഇത് ഇടാൻ പറ്റുമോ ഇല്ല. അപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇത് നീ കഴിഞ്ഞ തവണ ഇട്ടതല്ലേ അല്ലേ. അങ്ങനെ ഒരു ചൊല്ല് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് റെൻറ്റ് ജ്വല്ലറിയാണ് മെയിൻ ഓപ്ഷൻസ് വരുന്നത്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി പീസാണ്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സ്റ്റോൺസിൻ്റെ സ്റ്റോൺ കളർ, പിന്നെ ഗോൾഡ്, ഇപ്പോൾ റോസ് ഗോൾഡ് ഫിനിഷ് വേണ്ട, അപ്പോൾ ഒരു ഗോൾഡ് ഫിനിഷ് വേണമെങ്കിൽ അല്ല സിൽവർ ഫിനിഷ് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു സിഗ്നേച്ചർ പീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൂ. ഇത് കൂടാണ്ട് വെറൈറ്റികൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം നമുക്ക് ജസ്റ്റ് ആസ് എ ഡിസ്പ്ലേ മാത്രം എടുക്കാം. ബാക്കിയുള്ളത് കുറേ വെറൈറ്റി ബോക്സുകൾ, വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൊക്കേഷൻ പറയാം നമുക്ക് എങ്ങനെയാണ്. ലൊക്കേഷൻ കൊല്ലം അഞ്ചാലുമൂടാണ്. അഞ്ചാലുമൂട് കുണ്ട്ര റോഡിൽ അഞ്ചാലുമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് അഞ്ചാലുമൂട് മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു 200 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം 3 സ്റ്റോറി ബിൽഡിംഗ് ആണ് മില്ലി മോൾ. അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഷോപ്പ്. മില്ലി എന്ന് പറയുന്നത് എൻ്റെ മോളുടെ പേരാണ് മില്ലി മോള്. ഞാൻ മാത്രം എൻ്റെ മോള് എന്നുള്ള വിളിക്കേണ്ട, മിനി മോള് നിങ്ങളെല്ലാവരും കൂടി വിളിച്ചോളാം അല്ലേ. അതന്നെയാണ് മില്ലി മോള്. എത്ര പിള്ളേരുണ്ട്? എനിക്ക് 2 കുട്ടികളാണ്. മിലി 11th ഇപ്പോൾ 12th നിധി 9th ഇപ്പോൾ 10th. ഓക്കെ. അപ്പോൾ അവർ ഇനി ഉയരത്തിൽ വരട്ടെ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മോളും നല്ല ഉയരത്തിൽ, അതുപോലെ ഷോപ്പും നല്ല ഒരു കൂടുതൽ കളക്ഷൻസ് നമുക്ക് ഇനിയും കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കൂടാണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു മോൾ ഇവരുടെ തന്നെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു മോളിൽ നമുക്ക് റെൻറ്റ് സ്പേസും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അത് അപ്പ് ഫ്ലോർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഫ്ലോർ, അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിലും കുറച്ച് ഏരിയ ബാക്കിയുണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഫുൾ നമുക്ക് ആ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ഷോപ്പിൻ്റെ പുറത്താണ് നിൽക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് ഒന്നുകൂടി ആ സ്പേസിനെ കുറിച്ചൊന്ന്. നമ്മൾ കമേഴ്ഷ്യൽ സ്പേസാണ്. ഷോപ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്, ഓഫീസസിന്, ഏത് രീതിയിലുള്ള ഇതിന് വേണമെങ്കിലും റെൻറ്റിന് കൊടുക്കാനുള്ള സ്പേസാണ്. ഇവിടെ കുറച്ച് ഏരിയ ഓൾറെഡി ബുക്ക്ഡാണ്. ബാക്കി ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഇവിടെ വേക്കൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഫ്ലോർ പോലെ തന്നെ മുകളിലൊരു ഫുൾ ഫ്ലോറായിട്ട് വേക്കൻ്റ് ആണ്. അത് ഒരുമിച്ച് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. 4000 സ്ക്വയർ ഫീറ്റ് ആണ്. അതുകൂടി ആ ഏരിയയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ലിഫ്റ്റിന്റെ സൗകര്യം ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോർ. ആക്ച്വലി 3 ഫ്ലോർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട്, ഫസ്റ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ. അതിൽ ഫുൾ സ്പേസ് ഉണ്ട് അല്ലേ നമുക്ക്? സെക്കൻഡ് ഫ്ലോർ ഫുള്ള് വേക്കൻ്റ് ആണ്. ഈ ഫ്ലോറിൽ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? എങ്ങനെയാണ്? 4000 സ്ക്വയർ ഫീറ്റ് റെൻറ്റബിൾ സ്പേസ് ഉണ്ട്. 4000 സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ. സ്പേസും പിന്നെ ലിഫ്റ്റ്, പാർക്കിംഗ്, അതുപോലെ തന്നെ വാഷ്റൂംസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഫർണിഷിംഗ് മൊത്തം കഴിഞ്ഞിട്ടില്ല. അത് ആവശ്യമുള്ള ഒരു ഇൻറ്റീരിയർ ആവശ്യമനുസരിച്ച് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ആർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അവരുടെ എന്താ ഡിമാൻഡ് അതിനനുസരിച്ചിട്ടാണ് ഇൻറ്റീരിയർ വർക്ക് ഇതൊക്കെ അവർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ തമ്മിലായിക്കോട്ടെ. എങ്ങനെയാണ് റെൻറ്റ്, കാര്യങ്ങൾ എത്രയാണെന്ന് ഇതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഫുൾ സ്പേസ് 4000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം റെൻറ്റിന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ, എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് റോഡിൻ്റെ സൈഡിൽ, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് വരുന്നത്. കൊല്ലം കുണ്ട്ര റോഡാണ്. പ്രൊപ്പോസ്ഡ് കൊല്ലം തേനി ഹൈവേ.
DDRCയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ബിൽഡിംഗ്. ആ ഒരു ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതെന്താ ലാബാണോ അത്? DDRC ലബോറട്ടറി ആണ്, ഫേമസ് ലബോറട്ടറി ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ബിൽഡിംഗ് വരുന്നത്. അത്യാവശ്യം ഫ്രണ്ടിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതുകൊണ്ടാണ് സൈഡിൽ ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട്. ബേസ്മെന്റ് 1 ഫുൾ ഫ്ലോർ പാർക്കിംഗ് ആണ്. ഓക്കെ. അപ്പൊ അത്യാവശ്യം വലിയൊരു മോള് തന്നെയാണ് പറയാല്ലേ. അപ്പൊ ഈ ഒരു മോളില് അപ്പൊ ഇതാണ് നമ്മുടെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ തരം മോളിലുള്ള സൗകര്യങ്ങൾ പോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ റെന്റ് സ്പേസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുകൊണ്ടാണ്ട് റെന്റ് ജ്വല്ലറി വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്ത് പോയിട്ട് ആ ചേച്ചീനും കൂടി കൂട്ടക്കാരെ, ആ ചേച്ചി കുറേ നേരം ജ്വല്ലറീസ് ഒക്കെ ഒതുക്കായിരുന്നു, ആ ചേച്ചീനും കൂടി കൂട്ടിയിട്ട് ഒരു ബൈ പറയാം. ഓക്കെ. അപ്പോൾ ഈ ചേച്ചിയാണ് ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വലിച്ചു വരിയിടുമ്പോൾ ആ ചേച്ചിയാണ് ഓരോന്നോരോന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേച്ചീനെ ഇത്ര നേരം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കാണിക്കാണ്ട് പറ്റില്ല. ചേച്ചി താങ്ക് യു, ഇത്ര നേരം നമുക്ക് ആ ഒരു ഒരുക്കി തന്നേനെ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന കൊല്ലത്തുള്ള റെന്റ് എ ജെം. ഈ പേരെങ്ങനെ കണ്ടുപിടിച്ചോളൂ? അതെന്റെ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്ത പേരാണ്. കുറച്ച് വെറൈറ്റി ഇല്ലേ? അതെ, അടിപൊളി. നമ്മൾ ജെം എന്ന് പറയുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പം നമ്മൾ റെന്റലിന് ഏറ്റവും നല്ല ഐറ്റംസ് റെന്റലിന് കൊടുക്കുന്നു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് കൊല്ലത്താണ്. അപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസും ഓഫ്ലൈൻ ഫെസിലിറ്റീസും രണ്ടും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സെയിലും ഉണ്ട് കേട്ടോ. അത് ചോദിച്ചു മേടിച്ചു, ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഫ്രഷ് പീസസ് മാത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പുതിയ പുതിയ ഐറ്റംസ് വരുന്നുണ്ട്. ഈ ആഴ്ച നെക്സ്റ്റ് വീക്ക് ഓൾസോ പുതിയ സ്റ്റോക്ക് എല്ലാം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഇതിന് എപ്പോഴും പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ട്രെൻഡ് അനുസരിച്ച് ട്രഡീഷണൽ അധികം ചേഞ്ച് ആവില്ല, ബട്ട് പുതിയ ഡിസൈൻസ് വരുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ ഡിസൈൻ ഉണ്ടോ, അപ്പോൾ അതനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫോട്ടോസ് ചോദിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി ഇതൊന്നും ചോദിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റെന്റൽ ജ്വല്ലേഴ്സ് സ്പെഷ്യൽ ഐറ്റംസ്. താങ്ക് യു. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.